പുഷ്പ 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 പുഷ്പ. ഞാൻ അല്ലു അർജുന്റെ പുഷ്പ കണ്ടു, അല്ലു അർജുന്റെ പുഷ്പനെയും കണ്ടു. അതാണ് ഇപ്പൊ സത്യത്തിൽ ഉണ്ടായത്. പുഷ്പ 1 വാസ് പുഷ്പ. അതില് എടുത്തു പറയണ്ടായിരുന്നു, ഞങ്ങൾ വളരെ റിസ്ക് എടുത്താണ് ഈ പടം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഞങ്ങൾ എറണാകുളത്ത് പോട്ടെ, നമ്മളെ 12 മണിക്ക് കയറിയ നമ്മളെ വിട്. ഡേയ് ഞാൻ പറയട്ടെ, ഒരു സിനിമേന്റെ സെക്കൻഡ് പാർട്ട് ഇത്ര നിർബന്ധമാണോ? അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ഒരു മെനക്കെടുത്തൂടെ? ഇത് ഈ 4 മണിക്കും 2 മണിക്കും പുലർച്ചെ പോയിട്ട് അപരാധം കാണുന്നതിൽ ഞങ്ങളിപ്പോ എക്സ്പേർട്സ് ആയിട്ടുണ്ട്. സത്യം, ഇത് 3-3.5 മണിക്കൂർ പാടോ. പുഷ്പ ദ റൂള് പാർട്ട് 2, പുഷ്പൻ ദ റൂള് പാർട്ട് 2 എന്നിവിടെയാണ് ഏറ്റവും നല്ലത്. ഈ പാർട്ട് 2 അപരാധങ്ങളെ കൊണ്ട് മടുത്തിട്ടുണ്ട് മനുഷ്യന്. ഈ അപരാധങ്ങളെല്ലാം കൂടെ 4 മണിക്ക് കയറി വരുന്നത് എന്തിനാണ്? മനുഷ്യന്റെ ഉറക്കങ്ങളെ വേണ്ടിട്ട്. പുഷ്പ ഒരു കിടിലം മൂവിയായിരുന്നു. പുഷ്പ 1 കിടിലം മൂവി. കാരണം ഇമോഷൻ, അതുകൊണ്ട് തന്നെയാണ് ജനം 4 മണിക്ക്. പുഷ്പന്റെ സക്സസ് എന്തായെന്ന് അറിയോ? ഏത് ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം നിങ്ങൾ എവിടെ എടുത്തോ, എങ്ങനെ ഇറക്കിക്കോ, അവിടെയൊക്കെ ഹിറ്റ് ആവാൻ കാരണം അതിനകത്തുള്ള ഓരോ എലമെന്റ്സും ആളുകൾക്ക് കണക്ട് ആയി. പുഷ്പ ദ റൂള് പാർട്ട് 2 ഞാൻ ഉള്ള കാര്യം പറയാലോ, ഫാൻസിന് പോലും അപരാധമല്ലാതെ അതിലും കൂടുതലൊന്നും തോന്നില്ല. അതാണ് അവസ്ഥ. പോപ്പർ വരെ പൊട്ടിക്കാൻ മറന്നുപോയി രാവിലെ തിയേറ്ററിലുള്ളവർ. കാരണം എന്താ പറയുക, ഓപ്പണിങ് സീൻ എ ക്ലാസ് ഗുണ്ട്. ജപ്പാനാണെന്ന് പറഞ്ഞിട്ട് വിഴിഞ്ഞം തുഴമാന്നിട്ട് സെറ്റ് ഇട്ടിട്ട് അവിടെ 4 മറ്റേ ജപ്പാനീസ് എന്ന് കരുതുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ 4 നേപ്പാളും ആൾക്കാരെ വിളിച്ചു കൊടുന്ന് ടാറ്റു അടിച്ചാൽ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോടെ. ഞങ്ങൾ അത്ര പൊട്ടന്മാരാ. എന്നിട്ട് അതിൽ ആശാന തലകുത്തനെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കിയിട്ട് പിന്നെ അവിടുന്ന് വേറെ അതിനെ പറ്റി യാതൊരു കാര്യങ്ങളൊന്നുമില്ല. അവിടുന്ന് തീർന്നാണ് പരിപാടി. ഷിൻ്റെ മോനെ, എന്തായിരുന്നു ഇതിന്റെ ഓപ്പണിങ് സീൻ? ഒരു സിനിമയുടെ ഓപ്പണിങ് സീൻ, അതും പുഷ്പ 1, അതായത് പാർട്ട് 1 ഇത്ര സക്സസ്ഫുൾ ആയ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അതിന്റെ ഓപ്പണിങ് സീൻ തന്നെ ഇത്രയും ശോകമൂക അപരാധം എടുത്ത് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ സുകുമാർ ജി കുറച്ചൊന്നല്ല, ഞങ്ങള് നമിച്ചിരിക്കുന്നു അല്ലേ. കഷ്ടം. ഇനി ഞാൻ ഈ സിനിമ തുടങ്ങി, ഞാൻ പറഞ്ഞല്ലോ ജാപ്പനീസ് അപരാധം കഴിഞ്ഞു, അടുത്തത് മറ്റേ ഫഹദിന്റെ ട്രാക്കിലേക്ക് പോകുമ്പോൾ ഐ വാസ് ലൈക്ക് എക്സ്പെക്ടിങ് അല്ലു കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോൾ ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലുള്ള പരിപാടികളായിരിക്കും മൂപ്പര് കാണിച്ചു കൂട്ടാൻ പോകണമെന്നുള്ളത് ഏകദേശം ഉറപ്പായി തുടക്കത്തിൽ. ഫഹദെങ്കിൽ ഫഹദ് എന്ന് പറഞ്ഞു പോയപ്പോൾ എൻ്റെ പൊന്നെ വെറുപ്പിക്കലിൻ്റെ എൻഡ്. ഞാൻ ഫഹദ് ഫാസിലിനെ ഇതുവരെ ഒരു സിനിമയിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര വെറുപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തന്നെ ഫഹദ് ക്യാഷ് വാങ്ങിച്ചു പോയില്ല ഇതിന്റെ പാർട്ടായി. അതായത് നന്നാക്കാൻ വേണ്ടി മറ്റേ കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കിയതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഓവർ നന്നാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് കിടിലാക്കാൻ വേണ്ടി ചെയ്തപ്പോഴും കയ്യിൽ നിന്ന് പോയതാണെന്ന് തോന്നുന്നു ഫഹദിന്റെ. എത്രത്തോളം അല്ലു അർജുൻ വെറുപ്പിച്ചോ അതിന് ഡബിൾ ഇരട്ടി ഫഹദ് ഫാസിൽ വെറുപ്പിച്ചു. ആ ടച്ചിങ് ആക്കാൻ വേണ്ടിട്ട് കുറെ പാസം കുത്തി കയറ്റിട്ടുണ്ട്. എന്തായാലും അല്ല, അതിലേക്കൊക്കെ വരാം. അവിടെ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ഹാഫിന്റെ കാര്യം പറയുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ തുടങ്ങി. ജാപ്പനീസ് അപരാധം ഈ ജപ്പാൻകാരാണെന്ന് അറിയിക്കാനാണോ മേത്ത് മുത്ത് ടാറ്റു അടിച്ചേ? ടാറ്റു വേറെ എവിടെയെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ അവന്മാർക്ക്? എനിക്കറിയാൻ പാടില്ല. എല്ലാവരും നഖത്തിന്റെ മുകളിൽ വരെ ടാറ്റു ഉണ്ടായിരുന്നു. അങ്ങനെ ജാപ്പനീസ് അപരാധം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ പുഷ്പ KGF റോക്കി ബായിയേക്കാൾ വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം ഞാൻ നോക്കുമ്പോൾ KGF റോക്കി ബായ് ചെയ്തതിന്റെ ഒക്കെ അതേ സാധനങ്ങൾ പുഷ്പ ഇവിടെ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? അതെ, പോകുന്നു വാങ്ങുന്നു വരുന്നു. മറ്റേ പ്രാഞ്ചേട്ടൻ ലൈന് ക്യാഷിന് കിട്ടിയാൽ മേടിക്കും, മനസ്സിലായോ? അതല്ല അതിന് സംഗതി എത്ര ഉള്ളൂ. പറഞ്ഞില്ലെങ്കിൽ അതെ, ക്യാഷിന് കിട്ടിയാൽ വാങ്ങും, മനസ്സിലായോ? പിന്നെ ഇത് പുഷ്പയുടെ റൂളാണ് എന്നുള്ളത് അങ്ങോട്ട് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ്പ റൂള് എന്ന് പറഞ്ഞാൽ അടിച്ചിറക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് പുഷ്പൻജി എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് അങ്ങനെ വെറുപ്പിച്ച് കയ്യിൽ തന്ന് ഫസ്റ്റ് ഹാഫിന്റെ ഒരു എന്താ പറയാ, ഫസ്റ്റ് ഹാഫ് തീരാനുള്ള നേരത്ത് ഒരു പ്രതീക്ഷ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടിയത്. ഒരു പ്രതീക്ഷ തോന്നാതെ കിട്ടിയില്ല. ഞാൻ പിന്നെയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ കിട്ടി. പിന്നെ ഇതിൽ എനിക്ക് കുറച്ചെങ്കിലും ആ സ്ക്രീനിലേക്ക് നോക്കാനും പണം കണ്ടിരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ പടത്തിൽ തോന്നിയത് ഉള്ള കാര്യം പറയല്ലോ. ഇപ്രാവശ്യം നമ്മളെ ഇവരാണ് ആര് അല്ല രശ്മിക മന്ദാന. അവര് കഴിഞ്ഞതിൽ കുറച്ച് എന്താ പറയുക ഒരു
ക്രിഞ്ചി ആണെങ്കിലും ഇപ്രാവശ്യം പറഞ്ഞ പണി ആ മീറ്ററിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൽ കുറച്ചും കൂടി രസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് സെറ്റായി. രശ്മിക അല്ലുവിന്റെ ഒപ്പമുള്ള സാധനങ്ങൾ അല്ലെ സെറ്റാണ്, അതിനൊന്നും കാര്യമായിട്ട് പറയാനില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ നോക്കാൻ കാരണം എന്താ, ഞാൻ കുറെ ഇങ്ങനെ ആക്കി നിന്നടി മിഞ്ഞന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ ആക്കിയാക്കി ഇത് ഈ സൈഡ് പോയി എന്നല്ല, ഇനിയിപ്പോ ഒന്നും നടക്കില്ല, ഇനി ഇങ്ങോട്ട് തന്നെ ആക്കേണ്ടത്, ഇനി ആക്കണ്ട ഈ പണ്ടാറും. അപ്പൊ അങ്ങനെ രശ്മിക മാത്രം ഒരു എന്താ പറയാ ഒരു പൊടിക്ക് കയറി നിന്നു ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങി. അതായത് ഫസ്റ്റ് ഹാഫ് തന്നെ തീരാൻ പെട്ട പാടി ഞങ്ങൾക്ക് അറിയാം, എപ്പ തീരും എന്നായിരുന്നു. പിന്നെ പാട്ടുകളൊന്നും ഒട്ടും കൺവിൻസിങ് അല്ലല്ലോ. എന്തിനാണ് പാട്ട് മനസ്സിലാവുള്ള കുറേ പാട്ട്. ആ പാട്ടിനൊന്നും പ്രത്യേകിച്ച് ഒരു രീതിയിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനല്ല സിനിമയ്ക്ക്. DSP എന്താ ചെയ്തു വെച്ചിരിക്കണേ എനിക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. പാട്ടിന്റെ വരികൾ എഴുതിയത് എന്തായാലും നല്ല അടിപൊളിയുണ്ട്. അണ്ണന്റെ കൂടെ ഫോട്ടോ, വെളിച്ചിന്റെ കൂടെ ഫോട്ടോ, നാട്ടുകാരുടെ കൂടെ ഫോട്ടോ. അത് മലയാളത്തിലെ പാട്ടുകൾ വിട്. പക്ഷെ ഞാൻ പറയുന്നത് മലയാളമാണെങ്കിലും പുഷ്പ എന്ന് പറഞ്ഞ സിനിമയിലെ പുഷ്പ 1 പാട്ടുകളായിരുന്നു ദ വൈറൽ എലമെന്റ്. ഇതിലേക്ക് വരുമ്പോ പേരിന് ഒരു എവിടെയെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറെങ്കിലും ഒന്നും ഇല്ല, അതും പോയി. ഇത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോ സെക്കൻഡ് ഹാഫിൽ എൻ്റെ പൊന്നളിയാ ഈ പടത്തിന്റെ കോറെന്താ? എന്താണ് പുഷ്പ? രക്തചന്ദനം, സിൻഡിക്കേറ്റ്, കാളി, ഇതല്ലടേ പുഷ്പ. ഇതെപ്പോ കേറിയിട്ട് വിക്രമനും മുത്തുവായി ബാലരമയില്. ഞാൻ നോക്കുമ്പോ സെക്കൻഡ് ഹാഫിലാണ് വിക്രമൻ വരുന്നു, മുത്തു വരുന്നു, വിക്രമനും മുത്തും കൂടി. എൻ്റെ പൊന്നെ കഥയാകെ മാറി. ഞാൻ പലവിധത്തിലെ പാസം കണ്ടിട്ടുണ്ട്. അച്ഛൻ പാസം, അമ്മ പാസം, മകൻ പാസം, മകൾ പാസം, മരുമകൾ പാസം വരെ കണ്ടിട്ടുണ്ട്. വലിയച്ഛൻ പാസം, വല്യമ്മ പാസം, ഇളയച്ചൻ പാസം ഒക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് പാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസം തോന്നണ്ടേ ഒരാളോട്? ഇപ്പം നമുക്കൊരു സാധനം കൺവിൻസിങ് ആയാൽ കുഴപ്പമില്ല, ചെറിയ ചാ എന്ന് വിളിക്കുമ്പോ പാസം തോന്നണം, നമുക്ക് കൂടി ഫീലാവേണ്ടത്. അല്ലെങ്കിൽ പ്രാന്തള കേൾക്കണതിനിടയിൽ ഒരു കല്യാണം വിളിക്കാൻ വന്നിട്ട് മറ്റേ സാധനത്തിലെ മാതിരി ഞാൻ എന്റെ മോളെ കല്യാണം വിളിക്കാൻ വന്നതാ, പുഷ്പ വന്നില്ലെങ്കിൽ കല്യാണം ഞങ്ങളോട് മാറ്റി. അങ്ങനെ ചെയ്യരുത്, ലാസ്റ്റ് അവാർഡ് മേടിക്കാൻ അല്ലു അർജുന്റെ 2 കരച്ചിലും അല്ലു അർജുൻ ഉരുളണ കണ്ട്. പാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഫാൻസ് വരെ കരയുന്ന പാസം. ഗതികേടാണ് ഇതൊക്കെ കണ്ടിരിക്കേണ്ടുള്ള കാര്യം പറയാം. അമ്മാതിരി പാസത്തിന് വേണ്ടി കുത്തി നിറച്ച് ഇനിയൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാവും, അവാർഡ് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു പുഷ്പ എന്ന് പറഞ്ഞ ഫസ്റ്റ് പാർട്ടിനുള്ള ഒരു ഭംഗി ഉണ്ടായിരുന്നു, ഫ്രെയിമുകൾക്ക്, ആ കാട്, അതിന്റെ ഫ്ലോ, അതൊക്കെ തന്നെ ആ പടത്തിനൊരു ഫ്ലോ ഉണ്ട്. അതിന്റെ ഒരു ക്യാമറ വർക്ക്, അതിന്റെ ഫ്ലോ, അതിന്റെ എഡിറ്റിങ്, അതിന്റെ ടെക്നിക്കൽ വശം തന്നെ പുഷ്പ 1 വാസ് ബ്രില്യൻറ്റ്. ഇതെന്ത് സ്പൂഫ് എടുത്ത് വെച്ചിട്ടുള്ള കളിയാക്കാൻ വേണ്ടിട്ടാ. പുഷ്പ 1 കളിയാക്കാൻ വേണ്ടി പുഷ്പ 2 എടുത്തതാ. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എ ക്ലാസ് വധം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ അല്ലു അർജുന് പേ പിടിച്ചു എന്ന് വിചാരിച്ചു. അമ്മാതിരി ഒരു സാധനം ഉണ്ട്. ഡ്രാക്കുള അല്ല, ഡ്രാക്കുള പിന്നെയും പോട്ടെ, എന്റെ തേറ്റപ്പല്ലിങ്ങനെ കാണാൻ ഒതുക്കണ്. ഇനി അതും പോട്ടെ, അത് കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ കൺവിൻസ് ആയത് എവിടെ അറിയോ? ആ കടിക്കും. കാരണം എന്താ പറയാ, അമ്മാതിരി വിറയിലാണ് ഇപ്പുറത്തുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ കടി വരാതിരിക്കും. അതൊരു വഴിക്ക് അങ്ങനെ പോട്ടെ. ഇതില് ചില സീനിലെ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് എന്തല്ലേ, പിന്നെ അതൊരു വൺ ഷോക്ക്. ഇത്രയും പൈസ മുടക്കി നിൽക്കുന്ന സാധനല്ലേ. അറ്റ്ലീസ്റ്റ് ആ വിഗ്, ആ വിക്രമിനും മുത്തുവിനും നല്ല വിഗ് മേടിച്ചു കൊടുത്തൂടായിരുന്നോ? അതുപോലും ഇല്ല. ഓന്റെ വിഗ് കാണണം ആ വിക്രമിന്റെയും മുത്തുവിനില്ല. എനിക്ക് എന്നാലുണ്ടല്ലോ വില്ലന്മാരുടെ പെർഫോമൻസ് ആണ് പിന്നെ ഇഷ്ടമായത്. ആ വില്ലനൊക്കെ ശരിക്കും നമ്മളങ്ങനെ വെറുപ്പിച്ച് കഴിയും. അതായത് നമ്മളെ ഫസ്റ്റ് പുഷ്പ 1 ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് വില്ലൻ, അയാളൊക്കെ എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി എന്നായിപ്പോയി. നിങ്ങൾക്ക് വില്ലന്മാർ ഇഷ്ടമായി ഇതില്? എനിക്ക് ഫഹദ്വാസിലൊന്നും എനിക്ക് ഇഷ്ടമായില്ല. എനിക്ക് ആ ഒരു വില്ലൻ ഉണ്ടല്ലോ, ആ പെണ്ണിനെ തട്ടിക്കൊണ്ടോണം, അയാളെ പരിപാടിയാണ്. അതായത് നമ്മള് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പ്ലോട്ടില് പടം കണ്ടപ്പോ എല്ലാവരും അതന്നെ പറഞ്ഞത്, പോവാ റെഡി. അതെ, അതെന്താ പറയാ ട്വിസ്റ്റ്. അതായത് നമ്മൾ എന്താണോ പുഷ്പ 1 നമുക്ക് കിട്ടിയത് അത് പാൽപ്പാസമായിരുന്നു. ഇപ്പൊ കിട്ടിയത് എന്താ പറയാ, പാഷാണായിപ്പോയി. അതാണ് ഉണ്ടായിപ്പോയത്. അത് 3.5 മണിക്കൂർ ഇരിക്കണം. 3.5 മണിക്കൂർ ഈ പാഷാണം സഹിച്ചിരിക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ചു. അമ്മാതിരി ശോകടെ
സത്യം പറയും ഇതിൽ എനിക്ക് 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 അല്ലു അർജുനോടൊക്കെ ഇത്ര എഫേർട്ട് ഇട്ട് ഇത്ര വർഷം കളഞ്ഞ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നടക്കുമ്പോൾ ഇവരിത് റീഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പോരാന്ന് പറഞ്ഞിട്ട് ഇനി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നന്നാക്കി ഇല്ലാതാക്കി എന്നാണ് ഇതിന് പറയാനുള്ളത്. ഇവിടെ നിർത്താൻ തോന്നിയത് നന്നായി. എന്നിട്ട് 3 ഇനി വേറെ എല്ലാവരും തമ്മിൽ നോക്കി ചിരിക്കുകയാണ് ഓരോ സീന് വരുമ്പോഴും. ഒരു കാര്യമുണ്ട്, സൗണ്ട് വലിയ സീനില്ല അല്ലേ? അതായത് സൗണ്ട് എഫക്ട്സ് അത്യാവശ്യം ഇപ്പോൾ ഈ കങ്കുവയിലൊക്കെ ഏറ്റവും വലിയ സീൻ പറഞ്ഞത് സൗണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനത്തെ സീനില്ല. കാരണം എന്താ അറിയോ, ഇതിൽ സൗണ്ട് എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ അലർച്ചയും പിടിച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇന്ത്യൻ ടൂവിൻ്റെ മുകളിൽ വരും. അതും കൂടെ ആയിരുന്നുണ്ടെങ്കിൽ ചെയ്ത്ത് മാത്രമാണ്. എന്താണെങ്കിലും അലർച്ച കൂടെ വന്നാൽ പിടുത്തം വിട്ടുന്ന ഞാൻ കണ്ട പുഷ്പ ഇതല്ല. എനിക്ക് ആ പുഷ്പ മതി. എനിക്ക് പുഷ്പനെ വേണ്ട. എനിക്ക് വേണ്ട പുഷ്പ. അല്ലു അർജുൻ്റെ എന്നാലും ഡാൻസ് എങ്കിലും ഉണ്ടാവും ചോദിച്ചു. അയാളാണെങ്കിൽ ഡാൻസ് കളിക്കാറിയാത്തവര് പുഷ്പ. അല്ലു അർജുന് ഇതിനകത്ത് കാശുകാരൻ പുഷ്പയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അറിയാലോ എവിടെയാണ് ഫസ്റ്റ് പുഷ്പ 1 നിർത്തിയെന്നുള്ളത്. കാശുകാരൻ പുഷ്പ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ്, അയാളുടെ ഒരു ബിൽഡപ്പ് അത് കാണും. അത് കാണില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഓവറായിട്ട് ആ തോളിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ പിന്നെ അത് ഫസ്റ്റിൽ നമുക്ക് ഒട്ടും എനിക്ക് ആ തോളിൻ്റെ ഇതൊന്നും ഒരു ക്രിഞ്ചായി തോന്നിയില്ല. ഒരു ഏച്ചുകൂട്ടലായിട്ടോ അല്ലെങ്കിൽ അതൊരു ലൈക്ക് സത്യം പറയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവാർഡ് കിട്ടി. പിന്നെ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ഓവറായി കാണിക്കുന്നുണ്ട്. ചില സീനിലൊക്കെ അത് മറന്നുണ്ട്, മര്യാദക്ക് തന്നെ നടക്കുന്നത്. പിന്നെ ഓർമ്മ വരുമ്പോ മൂപ്പര് അങ്ങോട്ട് എന്തായാലും അതും കൂടെ മൂപ്പര് കൊടുക്കുമ്പോ ലക്ഷ്മിക്ക് ഒന്ന് തട്ടി കൊടുക്കണം. അയ്യോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ടോട്ടലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർ മീ പുഷ്പ 2 അട്ടർ ഡിസാസ്റ്റർ ആയിരുന്നു. കാരണം അല്ലു അർജുൻ ഇങ്ങനെ അപരാധിച്ച് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് രശ്മികാനെ അതിന്റെ ഇടയിൽ ഇറക്കി വിട്ടിട്ടുണ്ടല്ലേ. ചന്ദനക്കുറി കൊണ്ടുവന്നിട്ട് കൊന്നിട്ടുണ്ട് വരണം. ശരിയാണോ തെറ്റാന്ന് നോക്കണ്ട. മറ്റേ എന്താ പണ്ട് മറ്റേ ഉണ്ടല്ലോ എന്താ ഈ ഞാൻ അപ്പൊ എന്തോ പറഞ്ഞല്ലോ ചന്തുവിന്റെ മകൻ അങ്ങനെ എന്തോ ഒരു സാധനം പണ്ടത്തെ സിനിമകളിൽ ഉണ്ടാവുമല്ലോ. കൊന്നിട്ട് വന്നാ മതി തിലകം ചാർത്തി കൊടുക്കണം. ഹെലികോപ്റ്റർ എടുക്കണോ ഓടിക്കണോ പോകണോ, അതായത് അടിച്ച് കൊന്നു പോയി. ഒരു 1 വേർഡിൽ ഇനി പറയുകയാണെങ്കിൽ ഞങ്ങളും കൂടി ഇനി പറഞ്ഞ് നീട്ടിലില്ല. ഒരു പക്കാ തെലുങ്ക് പടം. ബാലയ്യ പടങ്ങളും ഇതിനും ക്ലാസ്സാണ്. അത് എക്സ്പെക്ട് ചെയ്തിട്ടെങ്കിലും കയറാം. പക്ക അങ്ങനെ ഒരു ടെംപ്ലേറ്റ് പിടിച്ചൊരു തെലുങ്ക് സാധനം. അതായത് അതെന്താ അറിയോ, ഇത് കുറേ കൂടി ഒന്ന് ഇതൊന്നും അല്ല. മലയാളികൾക്ക് തീരെ ദഹിക്കാൻ ചാൻസ് ഇല്ല. മലയാളികൾക്ക് നല്ല അവിടെയും ദഹിക്കാൻ വലിയ ചാൻസ് ഒന്നും സാധനം. അമ്മായി സാധനം. ഈ ടൂ എടുക്കണവരോടാ പറയുന്നത്. ഈ 2 എടുക്കണവർ ഒന്നിലും ഈ KGF 2 അല്ലെങ്കിൽ ബാഹുബലി 2 ഒക്കെ ഒന്ന് റെഫറൻസ് എടുക്കുക. അതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒരു പടം ഹിറ്റാവുന്നത് സെക്കൻഡ് പാർട്ട് വന്ന് ഹിറ്റാവുന്നത് ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ പറയാതെ വെച്ച് പോയ കാര്യങ്ങളും സെക്കൻഡ് പാർട്ടിൽ അത് ഓക്കെ നിങ്ങൾ ഇതാണ് പറയാതെ വെച്ചെന്നുള്ളത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്റ്റോറി സെക്കൻഡ് പാർട്ടിലും ഉണ്ട്. സ്റ്റോറിയാണ് മെയിൻ. അല്ലാതെ ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിനെ ഹൈപ്പോണ്ട് കൊണ്ടുവന്നിട്ട് 10 നടന്മാരെ ലോഡ് കണക്കിന് ഇറക്കി വിട്ടിട്ട് വീണ്ടും സെക്കൻഡ് പാർട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറെ പറ്റിക്കുന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും പറ്റിക്കുകയാണ്. അങ്ങനത്തെ പണി കാണിക്കാതിരിക്കുന്നത്. തേർഡ് പാർട്ടിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വെച്ചതാണോന്നാവോ. ചിലപ്പോൾ ഇനി 4 മണിക്കൂറിന് ഇതിനും വലിയ അപരാധം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോന്നാവോ. വയ്യ സഹിക്കാൻ. ബൈ.